ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മളിപ്പോൾ ഈ പാട്ട് പാടി കർത്താവിലേക്ക് ഞാൻ കൈ നീട്ടിയപ്പോൾ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു ഞണ്ട് ഇങ്ങനെ അത് ചത്ത് മലർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ, നിങ്ങൾ തീർത്ഥാടനത്തിലുള്ള നിങ്ങളെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ, ഞണ്ടെന്നൊക്കെ പറയണത് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്, മെഡിക്കൽ അടയാളമാണ്. അപ്പം അതിൻ്റെ അർത്ഥം കർത്താവ് ക്യാൻസർ രോഗികളെ ഈ കൂട്ടായ്മയെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കൈയടിച്ചുകൊണ്ട് ശ്രുതികളെല്ലാം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. ഇന്ന് ഡിസംബർ 8-ാം തീയതിയാണ്. ഒരു 2-3 മാസത്തിന് ശേഷം 7 പേര് ഈ മെസ്സേജിൽ ക്യാൻസർ സുഖപ്പെട്ടതിന് ഈ ആൾക്കാരെ സാക്ഷ്യം പറഞ്ഞിരിക്കാം. ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. മത്തായി 21, 31, 32 തിരുവചനങ്ങൾ. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്കവിധം അനുദപിച്ചില്ല. ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ? ഡിസംബർ 7-ാം തീയതി ഇന്നലെയായിരുന്നു. ഇന്നലെ വെളുപ്പിന് ഈശോ പറഞ്ഞൊരു വചനമാണിത്. എല്ലാ കാലങ്ങളിലും മാതാവിൻ്റെ 2 ദിവസങ്ങളിലാണ് വെളിപാടുണ്ടാകുന്നത്. അത് സ്വപ്നമായിട്ടുണ്ടാകും, ദർശനമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് ഇൻസിഡൻറ്റിൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ മെസ്സേജ് ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഈ കാലത്ത് ഒരു പഞ്ഞവുമില്ല. പഞ്ഞം നമ്മൾക്കുണ്ടാകുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളോ അക്ഷരങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവികമായ വെളിപാടുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു, മാതാവ് വെളുപ്പിനെ സംസാരിക്കുമെന്ന്. കുറേ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ നോട്ട് ബുക്ക് 3 പേജ് എഴുതിയിട്ടുണ്ട്. 3 പേജ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു വിഷയം അവസാനം, ആ മെസ്സേജുകളെല്ലാം അവസാനിക്കുകയാണത് ആ സമയത്ത് ഈ മെസ്സേജിനെ സ്ഥിരീകരിക്കാനുള്ള വചനം വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തപ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടിയത്. ഏതാണ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ. ഒന്ന് വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള വാക്കാണെന്ന് തോന്നണം. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. യോഹന്നാൻ, ഈശോ പറഞ്ഞ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. സുവിശേഷത്തിന് പല മാർഗമുണ്ട്. ഭക്തിയുടെ മാർഗമുണ്ട്, അതാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. നീതിയുടെ മാർഗമുണ്ട്, അതാണ് ഉടമ്പടി മാർഗം. അവൻ പറയണ പോലെ ചെയ്യുന്ന
നമ്മൾ പ്രവർത്തിക്കുന്ന മാർഗം, പ്രവർത്തനത്തിൻ്റെ മാർഗമാണ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേര് നീതിയുടെ മാർഗം എന്നാണ്. എന്താ കാര്യം? പട്ടാളക്കാർ വന്ന് യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിച്ച്, ഞങ്ങൾ എന്താണ് പശ്ചാത്താപിക്കുക, ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് നീതിയുടെ മാർഗം. ആരെയും ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങിക്കരുത്. കണ്ടാ, ഇതാണ് നീതിയുടെ മാർഗം എന്നാണ്. അതാണ് ഈശോ പറയണത്. യോഹന്നാൻ്റെ പ്രഭാഷണം അതുപോലെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം കർത്താവ്. അപ്പോൾ ഓരോരുത്തരും യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് ആ ടേക്ക് വിടപ്പെടാം, ആ ഭാഗങ്ങളൊന്നും എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ആരാധന മാലാഖമാർക്കും ജീവന്റെ തിരുമോചിനി. ആരാധന പാടും മാലാഖമാർക്കും ജീവന്റെ തിരുമോചിനി. ജീവന്റെ തിരുമോചിനി. എന്നുമെന്നും കൂടെയിരിപ്പാൻ ഒപ്പമായി തീർന്നവനേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ ഒപ്പമായി തീർന്നവനേ. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 3:14. ലുക്ക 3:14. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് നീതിയുടെ മാർഗം. എല്ലാ പ്രൊഫഷനും ഒരു മാർഗമുണ്ട്. ഇപ്പം നിങ്ങൾ അധ്യാപകരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നേഴ്സാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ അതാണ്. ആ പ്രൊഫഷന് അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നിങ്ങളെ അധപ്പതിക്കരുതെന്നാണ് ഈ പറയണത്. അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു ഈ അഫയേഴ്സിൽ പെട്ടവർക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ 2-3 ലക്ഷം രൂപ തരും രക്ഷപ്പെടാൻ വേണ്ടി. ആരെങ്കിലും ചെയ്യട്ടെ, നിങ്ങളെന്തിനാണ് ആ രക്തത്തിൽ പങ്കെടുക്കണത്? മനസ്സിലായില്ലേ? അതാണ് നീതിയുടെ മാർഗം. ഇപ്പം നിങ്ങൾ ഡോക്ടറാണ്. ചില ഡോക്ടർമാർ ഇങ്ങനെ അബോർഷൻ ക്ലിനിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. രഹസ്യമാണ്, പുറത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ രഹസ്യമാണ്. ആര് വന്നാലും ഇപ്പോൾ ഈ ലവ് അഫയേഴ്സിനും കമിതാക്കൾക്ക് അറിയാം എവിടെയാണ് അബോർഷൻ നടത്തണമെന്ന്. അപ്പോൾ അവർ ആ സ്ഥലത്തേക്ക് പോകും. അവർക്ക് വേറെ ഒരു ചികിത്സയും വേണ്ട, ഈ കുഞ്ഞുങ്ങളെ കൊന്നു കൊടുത്താൽ മതി. അതിനേക്കാൾ നല്ല അവർ ഇറച്ചിക്കട നടത്തണം. അതാണ് വിഷയം. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൊഫഷണൽ ജസ്റ്റിസ് ഉണ്ട്. ഈ പ്രൊഫഷണൽ ജസ്റ്റിസ്, അതാണ് യോഹന്നാൻ നിങ്ങളെ നീതിയുടെ മാർഗത്തിലൂടെ അദ്ദേഹം സുവിശേഷം കൈമാറിയപ്പോഴേ അത് സത്യസന്ധമായിട്ടാണ് കൈമാറിയിരിക്കുന്നത്, അല്ലാതെ സുഖിപ്പിച്ചല്ല. ആൾക്കാരെ സുഖിപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അനുദപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ആനക്കൂന തരുമെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ സുവിശേഷം നീതിയുടെ മാർഗമാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് ഈ നീതിയുടെ മാർഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സിമി എന്നും പറഞ്ഞൊരു സീനിയർ നേഴ്സ്, ഇംഗ്ലണ്ടിൽ 20 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സീനിയർ നേഴ്സിൻ്റെ സാക്ഷ്യം ഇന്ന് അപ്പീലുണ്ട്. പെട്ടെന്നാണ് റീച്ച് ചെയ്യുന്നുണ്ടത്. 11,000 ആയെന്ന് തോന്നണം. പെട്ടെന്ന്. കാര്യം സത്യസന്ധമായ വെടിച്ചിൽ സാക്ഷ്യമാണ്. എന്താ സിമി പറയണത്? എന്താണ് സിമി ഒരിക്കൽ ഇവിടെ വന്ന് എങ്ങനെ വന്നതാണ്?
മാതാവിൻ്റെ അടുത്ത് അവളുടെ അമ്മ നേർച്ച നേർന്ന്, ആ സഹോദരിയുടെ അമ്മ നേർച്ച നേർന്ന്. അപ്പം അമ്മയോട് പറഞ്ഞ്, ഞാൻ ആവശ്യമായിട്ട് പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് നേർച്ച ഒന്നും നേരണ്ട, ഇങ്ങനെ ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രത്തിൽ എന്നെക്കുറിച്ച് നടക്കേണ്ട കാര്യമെല്ലാം ഉണ്ട്. അമ്മയെ വഴക്കിട്ടുകൊണ്ടാണ് അവരിവിടെ വരണത്. ഇവിടെ വരുമ്പോൾ കോവിഡായിരുന്നു. കോവിഡിൻ്റെ ടൈം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ കോവിഡ് മാന്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ എന്തോ കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല, അവർക്ക് എന്തോ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് പെട്ടിയിടുന്ന പരിപാടിയാണെന്നാണ് അമ്മ ധരിച്ചത്. അപ്പോൾ അമ്മ എന്തോ എഴുതി കൊടുത്ത് ഇവിടുത്തെ സിസ്റ്ററിന് കൊടുത്ത്. അപ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞ്, ചേച്ചി ഇത് ഇപ്പോഴല്ല ചെയ്യണത്, കുറച്ച് ടൈം എടുക്കും, ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിമി അവിടെ എന്ന് വെച്ചാൽ പറഞ്ഞു, ഇതെന്താ മാതാവ് ഇപ്പോൾ സ്വീകരിക്കത്തില്ലേ, മാതാവ് എന്താ അവധിക്ക് പോയിരിക്കണമെന്ന് ചോദിച്ചു. തോന്നിയ ചോദിച്ചതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും പെട്ടെന്ന്, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേച്ചർ അനുസരിച്ചുണ്ട്. പക്ഷേ പിന്നെ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നെ ഇവർക്ക് 1 by 1 ആയിട്ട് പ്രോബ്ലമായി. പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിപ്പം നിങ്ങളറിയാം, ഇപ്പോൾ ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ കാര്യങ്ങളറിയാതെ കൃപാസനം മാതാവിനെയും കൃപാസനം മാതാവെന്ന് പറയണത്, കൃപാസനം പത്രം എന്ന് പറയണത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിലെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കൈകളാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. സഭയുടെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമായിരുന്നു ഈ പത്രത്തിൻ്റെ വിഷയം വന്നപ്പോഴേ. ഇവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു വെച്ചാൽ ഒരു പത്രം കൊടുക്കാച്ചാന്ന് പറയും. ഒരു പത്രമില്ല കൊടുക്കാൻ പറ്റത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ അച്ഛൻ 9 പത്രം കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടല്ല കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞോ? നിങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞോ? ഇല്ല. 87-89 എന്നോടാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ കൃപാസനം ഉടനെ സ്ഥാപിച്ചിട്ട് നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണി കണ്ടവരെ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു കൃപാസനത്തിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചതല്ല. അപ്പോഴങ്ങനെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും അതിനുശേഷം ഉണ്ടാകുന്ന ഉടമ്പടിയും ഒക്കെ ദൈവിക വെളിപാടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളോട് കർക്കശ്യമായ നീതി പുലർത്തുമ്പോൾ ദൈവം എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, പ്രത്യക്ഷീകരണം നടന്നിട്ട് 10 കൊല്ലമായില്ലേ, ഇന്ന് മറ്റൊരു നീ ചെയ്താ, അതുകൊണ്ട് നീ ഇനി പണിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ച പോലെ വാടിപ്പെട്ട് ഓടിച്ചതാണ്. എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. നിങ്ങളോടൊക്കെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ ദൈവം എന്നെ അവിടെ കയറ്റിയില്ലെങ്കിലും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്ന്, ഞാൻ കാറ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ, കേരളത്തിലേക്ക് വളഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് അച്ഛൻ ചെല്ലത്തില്ലേ, 20-ാം വർഷം ആ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് ചെറിയ പ്രത്യക്ഷ പ്രാർത്ഥന ഇരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യത്തേത് ദശക പ്രാർത്ഥന, ഇപ്പോൾ ദശകം 20 വർഷമായതിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി യോഹന്നാൻ്റെ നീതിയുടെ മാർഗമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെളുപ്പാൻ കാലമാണ്. എന്താ പറയണത്? ഉടമ്പടി നീതിയുടെ മാർഗമാണെന്ന് ജനങ്ങളോട് നീ പറയണം. അല്ലാതെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ആരും മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതാണ് പച്ചക്ക് പറയുകയാണ് സംഭവം. ജീവിതം കറക്റ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്ന പിച്ചുമ്പയും പറഞ്ഞ ആൾക്കാർ പോലെ ഇരിക്കും. ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മാർഗമല്ല, മറിച്ച് എന്താണ്, അത് പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കായിട്ട് നീതിയുടെ മാർഗമാണ്. ഒന്നൊരു വായിച്ചമാറ്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഉടമ്പടി മാർഗത്തിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി ചെയ്ത കുറേ ആൾക്കാർ ദൈവം വിശ്വസിക്കണില്ല. ഇതാണ് ഇതിൻ്റെ ട്രാജഡി. ഉടമ്പടി ചെയ്ത അണ്ണന്മാർ കേൾക്കണം കേട്ടോ. ഉടമ്പടി ചെയ്ത 50% പേരെയെങ്കിലും ദൈവം വിശ്വസിക്കണില്ല. എന്താ കാരണം? യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. വായിച്ചേ
എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പട്ടാളക്കാരും അത് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. കിമ്പളം മേടിക്കാനല്ല ഭീഷണിപ്പെടുത്തുന്നത്. എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പം എടുത്തുകൊണ്ട് പോവുക അന്നത്തെ പട്ടാളക്കാരുടെ മെയിൻ പരിപാടിയായിരുന്നു. വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതാണ് അവരുടെ അഴിമതി. അന്നത്തെ റോമാൻ പട്ടാളക്കാരല്ലേ, അവരുടെ അഴിമതി അതാണ്, നമ്മൾ കണ്ടതാണത്, ബൈബിളുണ്ടത്. അപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. പിന്നെ എന്താണ്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അത് നിസ്സാര കാര്യമല്ല. അതാണ് അതിന് ദൈവം പറയണത്. ഇപ്പം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു എങ്കിലും നിങ്ങളെ കിമ്പളം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കിമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും, യോഹന്നാൻ എന്താ പറയണമെന്നറിയാവോ? എന്തുകൊണ്ട് കിമ്പളം വാങ്ങിക്കേണ്ടെന്നാണ് പറയണമെന്നറിയാവോ? അതായത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ല. ഇപ്പോൾ 1,00,000 രൂപ ശമ്പളമുള്ള ആളിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ നക്കാപ്പിച്ച ധർമ്മച്ചട്ടിയിൽ കൈയിട്ട് വരണത്? എന്താണ്? അയാൾക്ക് തൃപ്തിയില്ല. അവർക്ക് തൃപ്തി ഇല്ലെങ്കിലും ഇത് ഒരു മാനസിക രോഗമാണ് തൃപ്തിയില്ലെന്ന് പറയണത്.